ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് മേക്കിംഗ് വീഡിയോ ആണ്. അങ്ങനെ പേപ്പറെടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വരച്ചെടുക്കാം. എനിക്ക് പണ്ട് തൊട്ടിട്ട് നല്ല സ്റ്റിക്കേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ സ്റ്റിക്കേഴ്സ് മേടിക്കാണ്ട് പൈസ ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിന് ഇഷ്ടപ്പെട്ട ഏത് പിക്ചർ നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഞാനിപ്പോൾ പ്രിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് പിക്ചർ വരച്ചെടുത്തത്. വരയ്ക്കല്ല, ട്രേസ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ആ പിക്ചേഴ്സിന് ആദ്യം ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഞാൻ അങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കളർ കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഓബ്ലോക്കിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. കാരണം അത് നമ്മുടെ ചാനലിനടുത്ത് നോക്കാം, അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ താഴത്തൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ഓർഗനൈസർ ഉണ്ടാക്കുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഓർഗനൈസർ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടൊരു ഓർഗനൈസർ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും, ഞാൻ വീഡിയോ വിട്ടിട്ടില്ല, വിടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. അടിപൊളിയാണ്, നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാത്തിനും ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ അവയ്ക്കാടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കാപ്പി കളറില്ല. എന്നിട്ട് ഞാൻ കടും കളറാക്കിയപ്പോഴുള്ളൊരു കളർ എടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ അറിയുന്ന കുറച്ച് സാധനം കൂടി വരച്ച എല്ലാത്തിനും ഇതാ ഞാൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നൊരു വ്ളോഗായിരുന്നു. അപ്പോൾ അതും നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണത്തൊന്നും ചാനലെടുത്ത് കാണുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താത്തൻ്റെ ഒരു ഇതായിരുന്നു, അത് ഉണ്ടാക്കണം, എൻ്റെ ഫസ്റ്റ് വീഡിയോ അതാവണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അവൾ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ ഫസ്റ്റ് അത് ഉണ്ടാക്കിയത്. ആണ് എല്ലാത്തിലും ഞാൻ കളറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ള ഭാഗം കാണിച്ചുകൊണ്ട് ഇതേമാതിരി എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. നമുക്കറിയാം, ഹോം മെയ്ഡ് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ള ഭാഗം കുറച്ച് കാണണം, അപ്പോഴാണ് കുറച്ച് രസം ഉണ്ടാവുള്ളൂ കേട്ടോ കാണാനായിട്ട്. കറക്റ്റ് അടുപ്പിച്ചത് ചെയ്യുമ്പോൾ രസമുണ്ട്. നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ
അത് കുഴപ്പമില്ല. പിന്നെ ഇതാ എല്ലാത്തിൻ്റെ മേലും സെല്ലോ ടേപ്പ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിനടുത്ത് ചെറുതേന് 10ൻ്റെ ഉള്ളതിന്, അപ്പോൾ വലുതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് ഒറ്റൊരു വലിയിൽ തന്നെ എല്ലാം ഒപ്പരം ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനത് കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചിട്ടാണ് ഗൈസ് എനിക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റിയത്. പിന്നെ നിങ്ങൾ കുറേ പേര് അങ്ങനെ കമൻസ് ഒന്നും ഇടുന്നില്ല. അപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം അതൊക്കെ ഒരു രസമാണല്ലോ വായിച്ചിരിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ബാക്കി വന്ന ആ ഒരു സെല്ലോ ടേപ്പ് ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വേറെ പശയൊന്നും തേച്ചിട്ട് ബുക്കിലും കാര്യങ്ങളൊന്നും ഒട്ടിക്കേണ്ടി വരില്ല. ഏതാ സെല്ലോ ടേപ്പ് കുറച്ച് അതിലുണ്ടല്ലോ, പറ്റ വെട്ടിക്കരുത് കേട്ടോ, കുറച്ച് ഇടവിട്ടിട്ട് വെട്ടിക്കുക. അങ്ങനെ വെട്ടുന്ന സമയത്ത് അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയ എല്ലാ സ്റ്റിക്കേഴ്സ് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയുള്ള സ്റ്റിക്കേഴ്സാണ്. വയ്ക്കാടാണെങ്കിൽ എൻ്റെ കൈമേൽ ഇങ്ങനെ ഒട്ടി പിടിച്ച് കളിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കൈമേൽ പോയത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എല്ലാം ഇതാ ഒരു ബുക്കിലൊട്ടിച്ച് നിങ്ങൾ കാണിച്ചു തരാം. അടിപൊളി സ്റ്റിക്കറാണ് കേട്ടോ. അതിൻ്റെ ഒരു വേറൊരു സ്കൂളിലത്തെ ഒരു ബുക്കിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഗൈസ് നമുക്കിനി അടുത്തൊരു ഓർഗനൈസർ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.